എബ്രായ ലേഖനം നമ്മൾ വായിച്ചാൽ അത് തുടങ്ങുന്ന എങ്ങനെയാണ്? ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് വിത്ത് എ സെർമൺ, ഒരു പ്രസംഗത്തോടുകൂടിയാണ് തുടങ്ങുന്നത്. ഒരു പ്രസംഗത്തിന്റെ ശൈലിയിലാണ്. അവസാനിപ്പിക്കുമ്പോൾ ഒരു ലേഖനം എഴുതി അവസാനിപ്പിക്കുന്ന പോലെ ആശീർവാദത്തോടെ ദൈവകൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ മറ്റ് ലേഖനങ്ങളെ അപേക്ഷിച്ച് ഈ എബ്രായ ലേഖനത്തിനുള്ളതായ ഒരു പ്രത്യേകത, ഇത് ആരാണ് എഴുതിയതെന്ന് കാണുവാനായി സാധിക്കത്തില്ല. അത് ഓതറിന്റെ നെയിം അറ്റാച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ആർക്കുള്ളതാണെന്നും അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടില്ല. ഡെസ്റ്റിനേഷൻ ഈസ് നോട്ട് ക്ലിയർലി മെൻഷൻ. അതുകൊണ്ട് ഇത് വർഷങ്ങളായി വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതായ പ്രോബ്ലംസ് പലതും ഉണ്ടാക്കുന്നുണ്ട്. ഇത് പഠിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ പഠിച്ചാൽ ഇത് ദൈവമക്കൾക്ക് വേണ്ടി അവരെ എൻകറേജ് ചെയ്യുവാനും അവരെ പ്രബോധിപ്പിക്കുവാനുമായി എഴുതിയിരിക്കുന്ന ലേഖനമായതുകൊണ്ട് ദൈവമക്കളല്ലാത്തവർ വായിക്കുമ്പോൾ ഇതിലെ ചില വിഷയങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയോ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുവാൻ തക്കൊണ്ട് ഇടയായി തീരും. എന്നാൽ ഇത് ദൈവമക്കൾക്ക്, യഥാർത്ഥമായി ദൈവമക്കൾക്കുള്ള ലേഖനമാണ് എന്നുള്ളത് മനസ്സിലാക്കി വേണം ഇത് പഠിക്കുവാനായിട്ട്. ഈ ലേഖനത്തിന്റെ മെയിൻ മെസ്സേജ് 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമായിട്ടാണ് പല വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. മലയാളത്തിൽ വായിക്കുമ്പോൾ 2-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കണം. അതൊന്ന് വായിച്ചാൽ എന്റെ ഒരു പദമാണ്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിന്റെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കഴിവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക, അതാണ് ഇതിന്റെ മെയിൻ മെസ്സേജ്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ let us press on to maturity, പൂർണ്ണതയിലെത്തുക, പക്വത പ്രാപിക്കുക. Let us press on to maturity, let us go on unto perfection, അല്ലെങ്കിൽ സ്പിരിച്വൽ maturity. ആത്മീയ പക്വത പ്രാപിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ മെസ്സേജ്. ഇത് പൊതുവെ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇത് യഹൂദ ക്രിസ്ത്യാനികൾക്ക് എഴുതിയാണ്. അടുത്ത കാലം വരെ, ഈ അടുത്ത നൂറ്റാണ്ടുകളിലാണ് അല്ല എന്നുള്ള ചിന്താഗതി വരുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് നമ്മുടെ മലയാളത്തിൽ വായിക്കുന്നത്, അത് ചില സ്ക്രിപ്റ്റുകളിൽ അതില്ല എന്നുള്ളത് കൊണ്ട് ഇത് എബ്രായർക്ക് മാത്രമല്ല ദൈവമക്കളായി തീർന്ന ജാതികളെ ഉദ്ദേശിച്ചുള്ളതാണെന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. എന്നാൽ പൊതുവെയുള്ള അഭിപ്രായവും നാം വിശ്വസിക്കുകയും ചെയ്യുന്നത് എബ്രായ ക്രിസ്ത്യാനികൾക്ക്, അല്ലെങ്കിൽ യഹൂദ മതത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് വന്നവർക്ക് എഴുതിയ ലേഖനമായിട്ടാണ്. എബ്രായർ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ സന്തതികളെ ഉദ്ദേശിച്ചാണ്. എബ്രായർ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നദി കടന്നു വന്നവർ, ഫ്രാത്ത് നദി കടന്നു വന്നവർ, അത് അബ്രഹാമിന്റെ പരമ്പരയിൽ വരുന്നതാണ്. അപ്പൊ അവരെ ഉദ്ദേശിച്ചാണ് എഴുതിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിൽ സഭയുണ്ടായപ്പോൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം കുറച്ച് അധ്യായങ്ങൾ വരെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, വിശ്വാസത്തിൽ വന്നവരൊക്കെ യഹൂദന്മാരായിരുന്നു. യഹൂദന്മാരുടെ സിനഗോഗുകളില്, യഹൂദന്മാരുടെ ആലയങ്ങൾ, ദേവാലയത്തില് ഒക്കെ ആണ് അവർ പ്രാർത്ഥിക്കുകയും കൂടി വരികയും ചെയ്തിരുന്നത്. എന്നാൽ 10-ാം അധ്യായത്തിലേക്ക് വരുന്നതോടുകൂടിയാണ് കൊർന്നല്യോസിന്റെ മനസാന്തരം, ഇതൊക്കെ ജാതികളിലേക്ക് സുവിശേഷം വ്യാപിപ്പാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. അതുവരെ യഹൂദന്മാരായിട്ടുള്ളവരാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെ യെരുസലേമില് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലും അനേക യഹൂദന്മാർ യഥാർത്ഥമായ സത്യമാർഗം അറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ അവര് ഒരു കാലത്ത് യഥാർത്ഥമായി ദൈവത്തിന്റെ വചനം കേട്ടവരാണ്. ഇത് നാം വായിക്കുമ്പോൾ തന്നെ 1-ാം വാക്യം തന്നെ തുടങ്ങുന്നത് ദൈവം സംസാരിക്കുന്നു. ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചിട്ട് ഇപ്പോൾ പുത്രൻ മുഖാന്തരം സംസാരിക്കുന്നു. സ്പോക്കൺ വേർഡ്, ദൈവം സംസാരിച്ച ആ വചനം അത് കേട്ടിട്ട് അത് റിജക്ട് ചെയ്യുക, അതനുസരിക്കാതിരിക്കുക, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അതുകൊണ്ടുണ്ടാകുന്നതായ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വിശ്വാസികൾ ഇത് എഴുതിയ കാലം
എന്നാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കത്തില്ല. എന്നാൽ നമ്മൾ വായിച്ചു വരുമ്പോൾ, ഇത് എഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ യെരുശലേമിൽ ദേവാലയം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കത്തക്ക വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പായി എഴുതി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് ആ സാഹചര്യത്തിൽ എഴുതുമ്പോൾ വിശ്വാസത്തിലേക്ക് ഇവർ വന്നിട്ട് ഓൾമോസ്റ്റ് 30 വർഷക്കാലത്തോളമായി എന്ന് പൊതുവെ ചിന്തിക്കാം. ഈ 30 വർഷം കഴിഞ്ഞതോടുകൂടി അവരുടെ വിശ്വാസത്തിന്റെ മാർഗം, യേശുക്രിസ്തുവിലുള്ള മാർഗം, അതിനെ അബാൻഡൻ ചെയ്യുവാനുള്ള ഒരു ടെംപ്റ്റേഷൻ, അതിനെ മാറ്റിക്കളയുവാനുള്ളതായ ഒരു ടെംപ്റ്റേഷൻ അവർക്കുണ്ടായിട്ട് യേശുക്രിസ്തുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ മാറി എംപ്റ്റിനെസ് ഉള്ളതായ അവരുടെ റിലീജിയസ് സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യത്തിലേക്ക് മടങ്ങി പോകാനുള്ളതായ ഒരു പരീക്ഷയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരെ അതിൽ നിന്ന് ഉണർത്തുവാനായിട്ടാണ് ഈ ലേഖനം എഴുതുവാൻ തക്ക ഇടയായി തീർന്നത്. അപ്പോൾ ഈ ലേഖനത്തിന്റെ ചുരുക്കം അതാണ്. യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർ ആ യേശുക്രിസ്തുവിന്റെ മാർഗം വിട്ടിട്ട് എംപ്റ്റിനെസ് മാത്രമുള്ളതായ ആ യഹൂദ റിലീജിയസ് സിസ്റ്റത്തിലേക്ക് പോകുവാനും അത് നിമിത്തമായി വലിയ നാശത്തിൽ അവർ എത്തിച്ചേരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരെ ഉണർത്തുവാനായിട്ടാണ് ഇത് എഴുതിയത്. ദൈവത്തിന്റെ സ്പോക്കൺ വേർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് കിട്ടിയത് കൊണ്ടാകുന്നില്ല. അത് ഫെയ്ത്ത്ഫുള്ളി അവര് വിശ്വസ്തയോടുകൂടെ ഒബേ ചെയ്യണം. ദൈവത്തിന്റെ വചനത്തെ അവര്, ആ ഇൻസ്ട്രക്ഷനെ അവര് നെഗ്ലക്ട് ചെയ്യുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ ഉള്ളതായ അനുഗ്രഹങ്ങൾ, ആ ബെറ്റർ ബ്ലെസ്സിങ്ങിന് വേണ്ടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ലേഖനത്തിന്റെ ചുരുക്കം. ഈ ലേഖനത്തിലെ പ്രധാന വിഷയം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മൂവ് ഓൺ ടു ബെറ്റർ ബ്ലെസ്സിങ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കൊള്ളുക എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം. നമുക്കിതിലെ പല വാക്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞിട്ട് ലേഖനകാരൻ ഇതിന്റെ വാക്യങ്ങളിലൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത് 12-ാം അധ്യായം 2-ാം വാക്യം നമുക്കറിയാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി, വിശ്വാസത്തിന്റെ നായകൻ, ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്, അവനിൽ ആശ്രയിച്ച് ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ലേഖനങ്ങളൊക്കെ നാം പഠിച്ചു വരുമ്പോൾ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഇത് നാം വിശദീകരിച്ച് പഠിക്കുന്നുണ്ട്. ബെറ്റർ പേഴ്സൺ, പഴയ നിയമ വിശുദ്ധന്മാർ അല്ലെങ്കിൽ യഹൂദന്മാരെ വിശ്വസിക്കുന്ന ദൂതന്മാര്, അഹരോന്, മോശ എന്നിങ്ങനെയുള്ള പുരോഹിതന്മാർ, അവരെക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠനായ യേശുക്രിസ്തുവിനെയാണ് അവിടെ വിളിച്ചറിയിക്കുന്നത്. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ, അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അവിടെ അവരാചരിക്കുന്ന ആചാരങ്ങളെക്കാൾ, പെരുന്നാളുകളെക്കാൾ, യാഗങ്ങളെക്കാൾ, അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ യേശുക്രിസ്തുവിനെയാണ്, യേശുക്രിസ്തുവിന്റെ പ്രീസ്റ്റ്ഹുഡ് പൗരോഹിത്യം ഈസ് സുപ്പീരിയർ ടു ദാറ്റ് ഓഫ് ഏറൻ എന്നുള്ളതാണ് 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 11 അധ്യായങ്ങൾ, 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് ഫെയ്ത്ത് ഈസ്, യേശുക്രിസ്തുവിലൂടെ ഉള്ളതായ വിശ്വാസത്തിന്റെ മാർഗം അത് ന്യായപ്രമാണത്തെക്കാൾ, മോശയുടെ കൽപ്പനകളെക്കാൾ സുപ്പീരിയർ ആണ്, ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് കാണുവാനായി സാധിക്കുന്നത്. എഴുതിയ ആള് ആരാണെന്നുള്ളതിന് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ആണ് എഴുതിയത് എന്നുള്ളതാണ് പൊതുവെ അനേക ദൈവദാസന്മാർ പഠിപ്പിക്കുന്നത്. നാമം വിശ്വസിക്കുന്ന അതാണ്. എന്നാൽ ഇത് എഴുതിയ ആളിനെ കുറിച്ച് നാം ഓർത്തിരിക്കേണ്ടത്, ഈ ലേഖനകർത്താവ് തികഞ്ഞു ഒരു പ്രായനായിരിക്കണം, എങ്കിൽ മാത്രമേ ഈ വിഷയങ്ങൾ ഇവിടെ എഴുതുവാൻ കഴിയുള്ളൂ. ഗ്രീക്ക് ഭാഷ അറിയുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ തിരുവചനത്തിൽ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ, ലേവ്യ പുസ്തകങ്ങളിലെ മാർഗങ്ങളിലൊക്കെ അതീവമായ പാണ്ഡിത്യമുള്ള ആളായിരിക്കണം ഈ ലേഖനം എഴുതുന്നത്. ലേഖനത്തിന്റെ ഒടുവിൽ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തിമോത്തിയോസിന്റെ ഒരു സ്നേഹിതനായിരിക്കണം ഈ ലേഖനം എഴുതിയത്. അതുപോലെ ഈ ലേഖനം വായിച്ചു വരുമ്പോൾ ഈ വായിക്കുന്ന അല്ലെങ്കിൽ ഇതിലെ പ്രതിപാദിപ്പിക്കപ്പെടുന്ന ആ ആളുകളോട് അന്യപ്പെട്ട ഒരാളല്ല എഴുതുന്നത്. വളരെ ക്ലോസർ ആയിട്ടുള്ളതായ സ്വാധീനതയുള്ള ഒരാളാണ് ഈ ലേഖനം എഴുതുകയെന്നാണ് നിശ്ചയിക്കപ്പെടുന്നത്, തീരുമാനിക്കുന്നത്. ചിലരുടെ അഭിപ്രായം, മിക്കവരുടെ അഭിപ്രായം അപ്പോസ്തലനായ പൗലോസ് എഴുതിയെന്നാണ്. എന്നാൽ അത് അല്ല എന്ന് ചിന്തിക്കാനുള്ള പല കാരണങ്ങളുണ്ട്.
മറ്റ് അപ്പോസ്തലന്റെ മറ്റ് ലേഖനങ്ങളെക്കാൾ വ്യത്യസ്തമായ ഭാഷാശൈലി ഈ ലേഖനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് അപ്പോസ്തലൻ പറയുകയും എഴുതിയത് വേറൊരാളുമാണ്. തെർത്തോസ് റോമാലേഖനം എഴുതിയതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ എഴുതുന്ന ആള് ആശയങ്ങൾ കേട്ടിട്ട് അതിന് വാക്കുകൾക്ക് ശൈലികൾക്കൊക്കെ വ്യത്യാസം വരുത്താം എന്നുള്ളത് കൊണ്ട് അപ്പോസ്തലൻ അല്ല എഴുതിയത്, പൗലോസ് അല്ല എഴുതിയത് എന്നുള്ളത് ചിലര് ചിന്തിക്കുന്നുണ്ട്. മാർട്ടിൻ ലൂതർ ബലമായി വിശ്വസിക്കുന്നത് ഇത് അപ്പല്ലോസ് ആണ് എഴുതിയതെന്നാണ്. കാരണം അപ്പല്ലോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വളരെ വാഗ്വൈഭാവമുള്ള ആളാണ്, വളരെ പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ ആ ശൈലി ഒത്തിരി കാണുന്നത് കൊണ്ട് അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ബർന്നബാസ് ആണ് എഴുതിയതെന്ന് ആദ്യ പിതാക്കന്മാരിൽ ഒരാളായ തെർത്തുല്യൻ പറയുന്നുണ്ട്. എന്നെ പ്രിസ്കില്ലായോ അക്വിലായോ എഴുതിയതാണെന്നും സുവിശേഷകനായ ഫിലിപ്പ് എഴുതിയതാണെന്നും ലൂക്കോസ് ആണ് എഴുതിയതെന്നും മർക്കോസ് ആണ് എഴുതിയതെന്നും ഒക്കെ വിശ്വാസമുണ്ട്. എന്നാൽ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് പൗലോസ് ആണ് ഇത് എഴുതിയതെന്നാണ്. ഈ പുസ്തകത്തിലെ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ശക്തമായ അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ ഒരുപാട് ഉദ്ധരണികളുണ്ട്. പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം കൂടെ ഇതിനോട് ചേർത്ത് നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം മിസ്രൈമിൽ നിന്ന് പുറപ്പെടാത്തവരൊക്കെ രക്ഷിക്കപ്പെടാത്തവരാണ് എന്നുള്ളതാണ് അതിന്റെ ആത്മീയ അർത്ഥം. ലോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്റ്റിൽ ഈജിപ്തിലുള്ളത്. എന്നാൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് പോരാ, കനാൻ നാട്ടിൽ എത്തിച്ചേരാൻ ഇടയ്ക്കൊരു മരുഭൂമിയുണ്ട്. എന്നാൽ ഇസ്രായേൽ മക്കൾ അനേക വർഷക്കാലം 40 വർഷക്കാലം മരുഭൂമിയിൽ ഉഴലുവാൻ ഇടയായി തീർന്നതിന്റെ കാരണം എന്താണ്? അവരുടെ അവിശ്വാസം. അവർക്ക് വിശ്വാസമില്ലായികയാണ്. ദൈവത്തെ അവർ അവിശ്വസിച്ചതിന്റെ ഫലമായി, ദൈവ വാഗ്ദത്തങ്ങളെ അവർ വിശ്വസിക്കാതിരുന്നതിന്റെ ഫലമായി മരുഭൂമിയിൽ അവർ അലയുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അപ്പോൾ ഈ ലേഖനത്തിന്റെ ചുരുക്കം ഇതാണ്: നിങ്ങൾ മരുഭൂമിയിൽ വന്നത് പോരാ, മരുഭൂമിയിൽ നിന്നാൽ പോരാ, കനാൻ അവകാശമാക്കി തീർക്കണം. കനാൻ എന്ന് പറഞ്ഞാൽ ചിലര് ധരിച്ചിരിക്കുന്നത് കനാൻ എന്ന് പറയുന്നത് സ്വർഗത്തെ കാണിക്കുന്നതാണെന്നാണ്. എന്നാൽ കനാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എന്റെ ശരിയായ അർത്ഥം കനാൻ എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ ഉള്ളതായ എനിമീസ്. നമുക്കറിയാം, കനാൻ പ്രാപിക്കണമെങ്കിൽ ദുഷ്ടരായ ശത്രുക്കളുണ്ട്. ആ എനിമീസിനെ നാം കീഴടക്കി ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവകാശങ്ങൾ പ്രാപിക്കുന്നതിനെയാണ് കനാൻ ലഭിക്കുക എന്ന് പറയുന്നത്. എബ്രായ ലേഖനത്തിൽ നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്ക് ലഭിച്ചിരിക്കുന്നു. റെസ്റ്റ് പ്രാപിക്കുക, സ്വസ്ഥത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോയി പിടിച്ചടക്കേണ്ടതിനെ പിടിച്ചടക്കി പ്രാപിക്കേണ്ടത് പ്രാപിച്ച് അവകാശങ്ങൾ എടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ എനിമിയെ കോൺകർ ചെയ്ത് അവകാശം പ്രാപിക്കുന്നതിനെയാണ് കനാൻ പ്രാപിക്കുക, കനാൻ ലഭിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. അപ്പോൾ ഒരു പഴയ നിയമ ഇസ്രായേലിയൻ കനാൻ നാട്ടിലെത്താതെ സംശയ നിമിത്തമായി, അവിശ്വാസ നിമിത്തമായി മരുഭൂമിയിൽ കൊള്ളുന്നത് പോലെ ഒരു പുതിയ നിയമ വിശ്വാസിക്ക് സംഭവിക്കാം. രക്ഷിക്കപ്പെട്ടു, തീരുമാനങ്ങൾ എടുത്തു, മുന്നോട്ട് വന്നു. പക്ഷേ ഇന്നും മരുഭൂമിയുടെ അവസ്ഥയിലൂടെ ജീവിക്കുകയാണെങ്കിൽ അത് പോരാ, മുന്നോട്ട് പോകണം, അവകാശം പ്രാപിക്കണം. ഇതാണ് എബ്രായ ലേഖനത്തിന്റെ ചുരുക്കം. അതാണ്. അതിനുവേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ലെറ്റ് us go on to maturity, പൂർണ്ണതയിലേക്ക്, അതിന്റെ അവസ്ഥയിലേക്ക് വരയണം എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നതിന്റെ ചുരുക്കം. വേദപുസ്തകത്തിൽ യോവേലിന്റെ പ്രവചനം ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 4-ാം വാക്യം ഈ എബ്രായ ലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെന്താണ്? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പുതിയ നിയമത്തിൽ 3 പുസ്തകങ്ങളിലാണ് നമ്മളത് കാണുന്നത്. റോമാലേഖനത്തിൽ അത് കാണുന്നുണ്ട്. റോമർ 1:17, ഗലാത്യർ 3:11, ഇവിടെ എബ്രായർ 10:38 അത് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്താൽ ജീവിക്കുക, മുന്നോട്ട് പോകുക, പിടിച്ചടക്കുക, അവകാശം പ്രാപിക്കുക. ഇതാണ് ഈ ലേഖനത്തിന്റെ ചുരുക്കം. അതാണ് ദൈവം നമ്മോട് സംസാരിച്ച വചനം. ഇതിന്റെ എംബസിസ് ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വിശ്വാസം. 11-ാം അധ്യായത്തിന്റെ വിഷയം തന്നെ നമുക്കറിയാമല്ലോ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നെന്ന് പറഞ്ഞിട്ട് ഹാൾ ഓഫ് ഫെയ്ത്ത്, വിശ്വാസ വീരന്മാരുടെ വലിയ പട്ടിക അവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ലേഖനത്തിന്റെ ചുരുക്കം അതാണ്.
ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്, വിശ്വാസ വചനം നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ നാം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് അവകാശങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കൊണ്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതമായിരിക്കുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നാം മുന്നോട്ട് പോകുവാൻ തക്കൊണ്ട് ഇടയായി തീരുന്നത്. അതുകൊണ്ട് മുന്നോട്ട് പോകണം, വിശ്വാസത്താൽ അത് പ്രാപിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം. നാം യേശുക്രിസ്തുവിലൂടെ വലിയ അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്, വിശ്വാസത്താൽ അത് പ്രാപിക്കണമെന്നുള്ളതാണ്. ഈ ലേഖനത്തിൽ നമ്മൾ ഇനിയും ഓർക്കും, കൂടെ കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ബെറ്റർ, ഏറ്റവും ശ്രേഷ്ഠമായ, അധികം നല്ലതായ എന്നുള്ള ഒരു പദപ്രയോഗം. അത് 13 പ്രാവശ്യം ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇവിടെ ഓരോ അധ്യായങ്ങളിലും നമുക്കത് കാണുന്നു. 1-2 അധ്യായങ്ങളിൽ പറയാണ് യേശുക്രിസ്തുവാണ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ മോശയെക്കാളും അഹരോനേക്കാളും ബെറ്റർ ആണ് യേശുക്രിസ്തു. അതുപോലെ തന്നെ നമുക്ക് യേശുക്രിസ്തു മൂലം ഏറ്റവും നല്ല ഒരു പൗരോഹിത്യം യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് 7-ാം അധ്യായം നമ്മോട് പറയുന്നു. ഏറ്റവും നല്ല നിയമം നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് 8-ാം അധ്യായം പറയുന്നു. ഏറ്റവും നല്ല യാഗപീഠമാണ് യേശുക്രിസ്തു, സാങ്ച്വറിയാണ്. ഏറ്റവും നല്ല യാഗമാണ് 10-ാം അധ്യായത്തിൽ പറയുന്നു, സാക്രിഫൈസ്. 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ഏറ്റവും നല്ല ജീവിതം ലഭിക്കാൻ തക്കം ഇടയായിത്തീരുന്നു എന്നുള്ളതാണ്. അതാണ് ദൈവം ഈ ലേഖനത്തിലൂടെ നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നാം മുന്നോട്ട് പോകണം, അവകാശങ്ങൾ പ്രാപിക്കണം എന്നുള്ളതാണ്. ഈ ലേഖനത്തിൽ നമുക്ക് ഇതിന്റെ ഓരോ വാക്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൊതുവെ പഠിക്കുവാനായി സാധിക്കുന്നത്, ഈ ലേഖനം നമ്മെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുവാൻ, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഒന്ന് കണക്ക് കൂട്ടുവാൻ, ഒന്ന് പഠിക്കുവാനാണ് ഈ ലേഖനം നമുക്ക് സഹായകമായി തീരുന്നത്. നമ്മൾ ഓർപ്പിച്ചതുപോലെ ബെറ്റർ എന്നുള്ള പദമാണ് ഇതിൽ ഏറെ പ്രാധാന്യം നൽകുന്നത്. superiority of Jesus Christ and salvation over the Hebrew system of religion. യഹൂദ മതത്തിൽ ഉള്ളതായ അവരുടെ എല്ലാ മത നിയമങ്ങളെക്കാളും ഏറെ നല്ലത് യേശുക്രിസ്തുവിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ലേഖനകർത്താവ് ഉദ്ദേശിക്കുന്നത്. 1-4 വാക്യത്തിൽ പറയാണ്, അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ ക്രൈസ്റ്റ് ഈസ് ബെറ്റർ ദാൻ ദ ഏഞ്ചൽസ്. ഏറ്റവും ശ്രേഷ്ഠനായ യേശുക്രിസ്തു. 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറെ നല്ല പ്രത്യാശ, ബെറ്റർ ഹോപ്പ്. അവൻ ബെറ്റർ ദാൻ ദ ഏഞ്ചൽസ്. അവൻ നമുക്ക് ഏറെ നല്ല പ്രത്യാശ യേശുക്രിസ്തുവിലൂടെ നൽകിയിരിക്കുന്നു. 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ നല്ല നിയമത്തിലൂടെ നല്ല വാഗ്ദത്തങ്ങളെ, ബെറ്റർ പ്രോമിസുകൾ അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. മീഡിയേറ്റർ ഓഫ് എ ബെറ്റർ കവണന്റ് വിച്ച് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ബെറ്റർ പ്രോമിസസ്. വേറൊരു പദപ്രയോഗം ഇതിൽ കൂടുതലായിട്ടുള്ളത് പെർഫെക്റ്റ് എന്നുള്ളതാണ്, പൂർണ്ണത എന്നുള്ളതാണ്. ഒറിജിനൽ പുസ്തകത്തിൽ ഗ്രീക്കിൽ 14 പ്രാവശ്യം പൂർണ്ണത അല്ലെങ്കിൽ സമ്പൂർണത എന്നുള്ള പദപ്രയോഗം എഴുതിയിട്ടുണ്ട്. 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം, പ്രീസ്റ്റ്ഹുഡ്, അത് പൂർണ്ണതയുള്ളതാണ്. 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ന്യായപ്രമാണത്തെക്കാൾ പൂർണ്ണതയുള്ളതാണ്. അവന്റെ മാർഗം ഒന്ന് ഓർപ്പിക്കുന്നു. 10-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആടുകളുടെയും കാളകളുടെയും രക്തത്തിന് പാപങ്ങളെ മോചിപ്പാൻ കഴിയാതെ ഇരിക്കുമ്പോൾ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ബ്ലഡ് ഓഫ് ആനിമൽ സാക്രിഫൈസ് അത് പൂർണ്ണതയുള്ളതാകാതെ ഇരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ യാഗമാണ് പൂർണ്ണത വരുത്തുന്നത്. 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ സൽഗുണഭാവ പൂർത്തി പ്രാപിക്കുവാൻ മതിയായതാണ് എന്നുള്ള എഴുതിയിരിക്കുന്നു. പെർഫെക്റ്റഡ് എന്നുള്ള പദമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഇതെല്ലാം ഇനി വിശദീകരിച്ച് പഠിക്കുമല്ലോ. അപ്പോൾ ബെറ്റർ എന്നുള്ള പദം, പെർഫെക്റ്റ് എന്നുള്ള പദം, ഇതെല്ലാം ഓർപ്പിക്കുന്നത് പഴയ നിയമം, ഓൾഡ് ടെസ്റ്റ്മെന്റ് സിസ്റ്റം ഓഫ് ലോ, ന്യായപ്രമാണത്തിന്റെ ആ മാർഗങ്ങളെക്കാൾ പുതിയ നിയമ മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ ഗ്രേസ്, കൃപയുടെ മിനിസ്ട്രി എത്ര ശ്രേഷ്ഠമേറിയതാണെന്നത് കോൺട്രാസ്റ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വായിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികൾക്ക് ആത്മീയമായി ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി
അവരുടെ ആത്മീയ സ്ഥിതി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഈ പുസ്തകം. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. മൂന്നാമതൊരു പദപ്രയോഗമുണ്ട്, കൂടെ കൂടെ കാണുന്ന വേറൊരു പദപ്രയോഗം. ഒന്ന് ഏറെ നല്ലതെന്നുള്ളത്, രണ്ട് പരിപൂർണത എന്നുള്ളത്, മൂന്നാമത് നിത്യത, നിത്യം അല്ലെങ്കിൽ എറ്റേണൽ, എന്നേക്കുമുള്ളത്. ആ പദപ്രയോഗം എബ്രായ ലേഖനത്തിൽ നമുക്ക് വളരെ കാണുവാനായി സാധിക്കുന്നുണ്ട്. 5-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഓർഡർ ഓഫ് ഇറ്റേണൽ സാൽവേഷൻ, നിത്യരക്ഷയുടെ രക്ഷ അവരിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. എറ്റേണൽ സാൽവേഷൻ യേശുക്രിസ്തുവിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയാണ് ത്രൂ ഹിസ് ഡെത്ത് ഒബ്റ്റെയിൻഡ് ഇറ്റേണൽ റിഡംഷൻ, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു. നിത്യരക്ഷ നൽകിയിരിക്കുന്നു. രക്ഷയുടെ അവകാശി അല്ലെങ്കിൽ ഉടമസ്ഥൻ യേശുക്രിസ്തുവാണ്. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 9-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എറ്റേണൽ ഇൻഹെറിറ്റൻസ്, he shared the promise of eternal inheritance. അതുപോലെ തന്നെ 1-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്, ഹിസ് ത്രോൺ ഈസ് ഇറ്റേണൽ, എന്നേക്കുമുള്ള സിംഹാസനമാണ്. ഹിസ് പ്രീസ്റ്റ്ഹുഡ് ഈസ് ഫോറെവർ, അവൻ എന്നേക്കും പുരോഹിതനാണ്. പല വാക്യങ്ങളുണ്ട്. 5:6, 6:20, 7:17, 21 ഈ വാക്യങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്ന കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ് 13-ാം അധ്യായം 8-ാമത്തെ വാക്യം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അപ്പോൾ എറ്റേണൽ എന്നുള്ള പദപ്രയോഗമാണ്. ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏറെ നല്ലത്, പിന്നെന്താണ് സമ്പൂർണത വരുത്തുന്നത്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇറ്റേണൽ നിത്യത അല്ലെങ്കിൽ എന്നേക്കുമുള്ള കാര്യം, ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്താണ് ഈ എബ്രായ ലേഖനത്തിന്റെ തീം എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ക്രിസ്ത്യൻ ലൈഫ് ഹി ഗിവ്സ് us are better because these blessings are eternal and they gave us a perfect standing before God. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ക്രിസ്ത്യ ജീവിതം ഏറ്റവും നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ അതിന്റെ അനുഗ്രഹങ്ങളെല്ലാം നിത്യത വരെ നിൽക്കുന്നതാണ്. അത് നമുക്ക് നൽകുന്നത് ദൈവത്തിന് മുമ്പിൽ പരിപൂർണമായ ഒരു സ്ഥാനമാണ്. ഈ 3 പദങ്ങളാണ് വളരെ പ്രാധാന്യമുള്ളതായി നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. ഈ എബ്രായ ക്രിസ്ത്യാനികൾ വളരെ ഡിഫിക്കൽട്ട് ആയുള്ള ഒരു ടൈമിലൂടെ പോകുമ്പോഴാണ് ഈ ലേഖനം എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അവരുടെ പഴയ ഓൾഡ് റിലീജിയനിലേക്ക് മടങ്ങി പോകുവാനുള്ളതായ ടെംപ്റ്റേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സന്ദർഭമാണ്. ഈ വായിക്കുന്ന അല്ലെങ്കിൽ ആർക്ക് ഇത് എഴുതിയോ അവരെ കുറിച്ച് നാം ഓർത്തിരിക്കേണ്ടത് ഇത് സെക്കൻഡ് ജനറേഷൻ ബിലീവേഴ്സ് ആണ്. യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് കേട്ടതല്ല, യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് കേട്ട ആളുകൾ പഠിപ്പിച്ചതും പ്രസംഗിച്ചതുമായ വിഷയങ്ങൾ കേട്ട വിശ്വാസികളാണ്. ഇനിയുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. 2-ാം അധ്യായം 3-ാമത്തെ വാക്യം പരിചയമുള്ള വാക്യങ്ങളാണ്. എടുക്കുന്നവർക്ക് പെട്ടെന്ന് വായിക്കാം. യേശുക്രിസ്തു പറഞ്ഞത്, കേട്ടത്, അത്ഭുതങ്ങൾ നടന്നത്, ഇത് കേട്ടവർ ഉറപ്പിച്ചു തന്നത്. അത് ഈ എന്ന് പറഞ്ഞാൽ ഈ വായിക്കുന്ന ആളുകൾ അത് നേരിട്ട് കേട്ടതല്ല, പക്ഷെ കേട്ടവർ ഉറപ്പിച്ചു. അതുകൊണ്ടാണ് സെക്കൻഡ് ജനറേഷൻ ബിലീവേഴ്സ് ആണെന്ന് പറയുവാൻ തക്ക ഇടയായിട്ട്. ഇവര് ഉഴപ്പന്മാരായ വിശ്വാസികളൊന്നും ആയിരുന്നില്ല. ഇവര് രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇവർ വളരെ പെർഫെക്റ്റ് ആയ ജെന്യൂയിൻ ക്രിസ്ത്യൻസ് ആണെന്നാണ് 3-ാം അധ്യായം പറയുന്നത്. 1-ാം വാക്യം എന്താ പറയുന്നത്? 3-ാം അധ്യായം 1-ാം വാക്യം അവരെ വിശേഷിപ്പിക്കുന്ന 1-2 പദങ്ങളുണ്ട്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, അടുത്തത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. ഇവർ വിശുദ്ധ സഹോദരന്മാരാണ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരാണ്. അവർ ട്രൂ ബിലീവേഴ്സ് ആണ് എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ വിശ്വാസത്തിന് വേണ്ടി അവര് പ്രതികൂലങ്ങൾ, ഉപദ്രവങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട്. അവര് കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. അവര് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ചില വാക്യങ്ങൾ വായിക്കാം. 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. നിന്ന സഹിച്ചിട്ടുണ്ട്, കൂത്തുകാഴ്ചയായി തീർന്നിട്ടുണ്ട്, അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു,
കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാല അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. തടവുകാരോട് നിങ്ങൾ അത് നമുക്ക് പരിചയമുള്ളതാണ്. അവിടെ അങ്ങ് വിടാൻ. ഇനി 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുകയാണ്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ടില്ല. മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവർ അനേക ശോധനകളിലൂടെ, പെർസിക്യൂഷനിലൂടെ, ഉപദ്രവങ്ങളിലൂടെ ഒക്കെ പോയവരാണ് എന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ അതേ സമയം തന്നെ അവർ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോകുമ്പോഴും മറ്റുള്ളവരെ കുറിച്ച് വളരെ കൺസേൺ ഉള്ളവരായിരുന്നു. 4-ാം അധ്യായം 10-ാം വാക്യം, they were faithfully ministered to the needs of others who had suffered. കഷ്ടപ്പെടുന്നവർക്ക് എടുത്തൊരു വായിക്കാം. ദൈവം നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാൽ നാമത്തോട് കാണിച്ച സ്നേഹവും അനീതിയുള്ളവരാണ്. അവര് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിക്കുന്നവരായിരുന്നുവെങ്കിലും കുട്ടുവിശ്വാസികൾ, വിശുദ്ധന്മാർ ഒരു നീഡിലിരിക്കുമ്പോൾ, ഒരാവശ്യത്തിലിരിക്കുമ്പോൾ അവരെ സഹായിക്കുവാൻ, അവർക്ക് വേണ്ടി കൈനീട്ടുവാൻ മനസ്സുള്ളവരായിരുന്നു. അവര് പല രീതിയിലുള്ളതായ ഉപദേശങ്ങൾ കേട്ട് വലയുവാൻ സാധ്യതയുള്ളവരായിരുന്നു. സെഡ്യൂസ്ഡ് ബൈ ഫോൾസ് ടീച്ചേഴ്സ്. 13-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നതാണ്. അതുപോലെ തന്നെ അവരെ ഉപദേശിച്ച് നടത്തിയതൊക്കെ അങ്ങ് മറന്നു പോകുവാൻ തക്കവണ്ണം അവർക്ക് ചാൻസ് ഉണ്ടായിരുന്നു. 13-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെ നടത്തിയവരെ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ എന്ന് കാണുവാനായി സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കുള്ളതായ കുഴപ്പമാണ്, ഇവർക്ക് പറ്റിയതാണ്, മുന്നോട്ട് പോകാൻ കഴിയാതെ അവരെ സ്റ്റാൻഡ് സ്റ്റില്ലായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 5-ാം അധ്യായത്തിന്റെ ആ ഭാഗം നമുക്ക് അറിയാവുന്നതാണല്ലോ. അവര് ദൈവഭാഗത്ത് വന്ന സമയം മുതൽ ഇപ്പോൾ വരെയുള്ള അവരുടെ അവസ്ഥ നോക്കിയാൽ അവരൊക്കെ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. എന്നാൽ ഇപ്പോഴും വളർച്ച പ്രാപിക്കാതെ ശിശുക്കളെ പോലെ ആയിരിക്കുന്ന, കട്ടിയായ ആഹാരം കഴിക്കാൻ കഴിയാതെ പാല് തന്നെ കുടിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവര് പുറകോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവരിൽ ചിലരൊക്കെ ആരാധന പോലും ഉപേക്ഷയായി വിചാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആരാധന, ഫോർസേക്കിംഗ് റെഗുലർ വർഷിപ്പ് സർവീസ്, അങ്ങനെയുള്ളതായ അനുഭവങ്ങളിലേക്ക് അവര് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. അവിടെ പറയുകയാണ്, സ്പിരിച്വൽ പ്രോഗ്രസ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മുന്നോട്ട് നിങ്ങൾ പോകണം. അവിടെ പറയുന്നു, ഇത് ഉണ്ടായിരുന്ന ആ കാര്യങ്ങളെല്ലാം വിട്ടിട്ട്, ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക, മുന്നോട്ട് പോകുവാനായി ശ്രമിക്കുക. ഇത് ചുരുക്കം ഇതാണ്. ക്രിസ്തീയ മാർഗത്തിൽ സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് ഉള്ളതായ ഒരു പൊസിഷൻ ഇല്ല. വെറുതെ നിൽക്കുക എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഇല്ല. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് പോകുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ബാക്ക് സ്ലൈഡ് ചെയ്യും, പിറകോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ നിൽക്കുന്ന ഒന്ന് ക്രിസ്തീയ ജീവിതത്തിലെ മാർഗത്തിൽ ദൈവം വെച്ചിട്ടില്ല. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇത്രയും കാര്യം ഞാൻ അതിന്റെ മുഖവരിയായിട്ട് പെട്ടെന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ ആത്മീയ പാഠം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ അതാണ് ബുക്ക്. ഈ എബ്രായ ലേഖനം ഒരു സ്പിരിച്വൽ ഇവാലുവേഷൻ നടത്തുന്ന ബുക്കാണ്. എന്ന് പറഞ്ഞാൽ നാം ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരാണ്, അതോ ഇന്നും ഇസ്രായേൽ മക്കൾ കാണിച്ചതുപോലെ മരുഭൂമിയിൽ അവിശ്വാസം കൊണ്ട് ഉഴലുന്നവരാണോ? നമുക്ക് അപ്പുറത്തൊരു കനാൻ ദൈവം വെച്ചിട്ടുണ്ട്. ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ യേശുക്രിസ്തുവിലൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ അത് പ്രാപിക്കണം. അത് പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അതിനെ മാറ്റിയിട്ട് മുന്നോട്ട് പോകണം. ശത്രുവുണ്ട്, എതിരുകളുണ്ട്. അറ്റാക്ക് ചെയ്ത്, കോൺകർ ചെയ്ത്, അത് പിടിച്ചടക്കി ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അവകാശങ്ങൾ പ്രാപിക്കണം. യേശുക്രിസ്തുവിലൂടെ ഉള്ളതായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കണം. സ്പിരിച്വൽ മച്യൂരിറ്റി നാം പ്രാപിക്കണം. ആദ്യ പാഠങ്ങളിൽ എപ്പോഴും ഇരിക്കാൻ പാടില്ല, മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിത രീതിക്ക്, നമ്മുടെ സ്വഭാവത്തിന്, നമ്മുടെ ആത്മീയത്വത്തിന് ഒക്കെ വ്യത്യാസം വരണം. മൂവ് ഓൺ ടു മെച്യൂരിറ്റി. ആ പൂർണ്ണതയിലേക്ക് നാം എത്തിവരണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇവിടെ ഇരിക്കുന്ന അവരവർക്കറിയാം അവരവരുടെ ജീവിതം. ചില മിനിറ്റുകൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാനായി സമയം